ഹലോ ഗായ്സ്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമവുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം ഉണ്ടായിട്ടുള്ള വിവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇന്നിപ്പോൾ NSS എന്ന് പറയുന്ന സംഘടനയുടെ അകത്ത് ഈ ഒരു ഗവൺമെൻറ്റിനെ അനുകൂലിച്ചുള്ള നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ സുകുമാരൻ നായർക്കെതിരെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ആരാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയൊക്കെ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഈ ഒരു സംഘടനയ്ക്ക് ഉള്ളിൽ തന്നെ ഉയരുന്നു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായ ഒരു പശ്ചാത്തലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിപ്പോൾ ഈ പറയുന്ന NSS ആണെങ്കിലും SNDP ആണെങ്കിലും പോലത്തെ സംഘടനകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഇവരെ അനുഭവിച്ചിട്ടുള്ള ജാതീയപരമായിട്ടുള്ള വിവേചനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ, അതിനെതിരെയൊക്കെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായത്. പിൽക്കാലത്ത് ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ ഒരു സാമൂഹ്യ സ്ഥിതി അനുസരിച്ച് ഇത്തരത്തിലുള്ള സംഘടനകൾ വേണമെന്ന് ചോദിച്ചാൽ അത് ഉണ്ടാവുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജാതീയപരമായിട്ടുള്ള പല അധിക്ഷേപങ്ങളൊക്കെ ചില സമയത്ത് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഇവരുടെ ജാതിയിൽപ്പെട്ട ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇത്തരത്തിലുള്ള സംഗതിയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ റിയാക്ട് ചെയ്യാൻ ഒരു സംഘടന വേണം. ആ രീതിയിൽ നമ്മൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇവരൊക്കെ വളർന്ന് പന്തലിച്ച് ഒരു നാട്ടിലെ ഗവൺമെൻറ്റിനെയും അല്ലെങ്കിൽ ഒരു നാട്ടിലെ പൊളിറ്റിക്കലായിട്ടുള്ള ഇലക്ഷൻ സിസ്റ്റത്തെയൊക്കെ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഇലക്ഷൻ സിസ്റ്റത്തെയൊക്കെ ഇവർക്ക് എന്താ കൈപ്പിടിയിൽ ഒതുക്കാവുന്ന രീതിയിലേക്ക് ഇവർ വളർന്നു എന്നതാണ്. ഇപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റും അതേപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അതിപ്പോൾ ഭരിക്കുന്ന CPM പാർട്ടി ആണെങ്കിലും അതല്ലാത്ത വേറെ പാർട്ടികളാണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സാമുദായിക നേതാക്കളുടെ തൊഴിലും കൈയിട്ടുകൊണ്ട് നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? വോട്ട്. അതല്ലാതെ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചൂടെ? വോട്ട് തന്നെ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യക്ഷത്തിൽ ഈ സംഘടനകളൊക്കെ പാർട്ടി ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവർക്കൊക്കെ അതത് ഗവൺമെൻറ് ഏത് ഗവൺമെൻറ്റാണോ അധികാരത്തിൽ വരുന്നത് ആ ഗവൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒരു എന്താണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് പല കാര്യങ്ങളിലും തീരുമാനമെടുപ്പിക്കാനൊക്കെ ഇവർക്ക് സാധിക്കും. മാത്രമല്ല ഇപ്പോൾ തന്നെ ഇലക്ഷൻ വരുമ്പോൾ ഇവരുടെ നിർണായക ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അണ്ടറിൽ കിട്ടുന്ന വോട്ടുകൾക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പൊളിറ്റിക്കൽ പാർട്ടീസ് ഇവരെ സമീപിക്കും. അങ്ങനെ സമീപിക്കുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരണം പറയും. ഓക്കെ പറയും. വേറെ നിവർത്തിയില്ലല്ലോ, കാരണം വോട്ട് കിട്ടൂല. അപ്പോൾ ഇത് ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല കേരളത്തിൽ. ഇനി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മൾ ഓരോരുത്തരും ഓരോ പൗരന്മാരാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് വേണം, ഒരു ഐഡിയോളജി വേണം. ഇപ്പോൾ നമ്മൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ ആ പൊളിറ്റിക്കൽ പാർട്ടിയെ പോയിട്ട് വോട്ട് ചെയ്യും, ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് വോട്ട് ചെയ്യും. അതല്ലാതെ നിഷ്പക്ഷമായിട്ടാണ് ഒരാൾ ചിന്തിക്കുന്നതെങ്കിൽ അയാൾക്ക് തീരുമാനിക്കാം അയാൾ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം. ഇനി ഒരു സ്ഥാനാർത്ഥിയും കൊള്ളില്ലെങ്കിൽ പോയി നോട്ടൊക്കെ കുത്താൻ ആർക്ക് അവകാശമുണ്ട്? നമുക്ക് അവകാശമുണ്ട്. അതല്ലാതെ ഏതെങ്കിലും ഒരു സാമുദായിക നേതാവ് വന്ന് മറ്റേ ഈ പാർട്ടിക്കാരെ നമുക്ക് ഇത് തരാമെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരും പോയി വോട്ട്, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്, ഓർമ്മയൊക്കെ. അപ്പോൾ അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. അല്ലാതെ ആരെങ്കിലും പറഞ്ഞ് അയാൾക്ക് പോയി കുത്തുകയാണെങ്കിൽ പിന്നെ നമ്മൾ അയാളുടെ അടിമകളെ പോലെ എങ്ങനെ ജീവിക്കുകയാണ് ചെയ്യുന്നത്? സാമുദായിക നേതാക്കൾ പറയുന്നു, നമ്മൾ പോയി കുത്തുന്നു. അപ്പോൾ ഒരു അടിമ ജീവിതമല്ലേ? അപ്പോൾ നമ്മൾ തീരുമാനിക്കണം നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. അതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇത്തരത്തിൽ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്, അത് ഏത് പാർട്ടിയുടെ ഗവൺമെൻറ് ആണെങ്കിലും അവരെല്ലാം സാമുദായികപരമായിട്ടുള്ള നേതാക്കളുടെ വാക്കിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് പല തീരുമാനങ്ങളും മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അതൊരു ഒരു ഗുണകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല.